80 താഴെ സീറ്റിലാണ് നാച്ചുറൽ ചോയ്സ് രമേശ് ചെന്നിത്തല. കാരണം എല്ലാവരും കൂട്ടി വയ്പ്പിച്ചു കൊണ്ടുപോകണം. ആ ഒരു 85 സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ സാധിച്ചു. LDFന്റെ വിരുദ്ധ വികാരം പൂർണ്ണമായിട്ട് UDF പോയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഒരു സൈസിബിൾ പോർഷൻ BJPയിലേക്ക് ബിന്ദുവിനെ പോലെ, വീണ ജോർജിനെ പോലെ, സജി ചെറിയാനെ പോലുള്ള പ്രതിഭാശാലികളെയൊക്കെ വെച്ചിട്ട് നടത്തുന്ന മന്ത്രിസഭ സ്വാഭാവികമായിട്ട് പരാജയപ്പെട്ടേ മതിയാവും. അത്ര വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടാൻ പാടില്ലെന്ന് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അതൊക്കെ ഭൂരിപക്ഷം കിട്ടിയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ ഇവർ അന്തവും കുന്തുമില്ലാത്ത രീതിയിൽ ഭരിച്ചു. അപ്പോൾ അങ്ങനെ വരികയാണ് പാലായിൽ വേണമെങ്കിൽ ജോസ് കെ മാണി ജയിക്കാം. കേരളത്തിൽ ഏറ്റവും അധികം തവണ ഈ നേതൃത്വത്തിലിരുന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റുപോയാൾ ഉമ്മൻചാണ്ടിയാണ്. എക്സിറ്റ് പോൾ സൂചനകൾ എല്ലാം കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ ദിശയാണ് നൽകുന്നത്. ഈ പശ്ചാത്തലത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ടുള്ളത് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകൻ A. ജയശങ്കർ. നമസ്കാരം. നമസ്കാരം. എക്സിറ്റ് പോൾ സൂചനകൾ പൊതുവെ പ്രീ പോൾ സർവേയിൽ ഒരു തുല്യ ശക്തികളുടെ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് വന്നെങ്കിൽ എക്സിറ്റ് പോളുകളെല്ലാം വൺ സൈഡഡായിട്ട് ഒരു UDF ഭരണം വരുന്നു, LDFന് ഒരു ഭരണത്തുടർച്ച ഉണ്ടാവില്ല എന്ന സൂചനകളാണ് നൽകുന്നത്. ഇത് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഒരു ഇലക്ഷൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം, ഏകദേശം പോളിങ്ങിനൊക്കെ ഒരു 2 ആഴ്ച മുമ്പുണ്ടായിരുന്നതിനേക്കാളും അവസാന ഘട്ടമായപ്പോഴത്തേനും ഒരു കൂടുതൽ UDF അനുകൂല തരംഗത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഞാനിത് ആദ്യം മുതലേ പറയുന്നതാണ്. കഴിഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ് ദിശ. LDF വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. UDF അനുകൂല വികാരമല്ല, ഭയങ്കരമായ നെഗറ്റീവ് വോട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ കൃത്യമായിട്ട് കണ്ടു. UDF ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ UDFന് അനുകൂലമായിട്ട് വന്നു. UDF ആണല്ലോ പ്രധാനപ്പെട്ട പ്രതിപക്ഷം. അതല്ല, UDF ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് BJPക്ക് അനുകൂലമായിട്ട് വന്നു. ഏത് സ്ഥലത്ത് നോക്കിയാലും കൃത്യമാണ്. എറണാകുളം ജില്ലയിൽ പൊതുവെ UDF അനുകൂലമായിരുന്നു. ജില്ലാ പഞ്ചായത്തിലും വലിയ ഭൂരിപക്ഷം കിട്ടി. മിക്കവാറും മുനിസിപ്പാലിറ്റികൾ ജയിച്ചു, കോർപ്പറേഷൻ ജയിച്ചു, കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചു. വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, അവിടെ കോൺഗ്രസ് ദുർബലമാണ്, അവിടെ BJPക്ക് ഭൂരിപക്ഷം കിട്ടി. BJPക്കാരൻ ചെയർമാൻ, BJPക്കാരി വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ട്രെൻഡ്. മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ UDF ജയിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിക്കും. അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. അത് BJPക്ക് അനുകൂലമായിട്ടുള്ള വോട്ടാണ്, UDFന് അനുകൂലമായിട്ടുള്ള വോട്ടോ അല്ലെ LDFന് എതിരായിട്ടുള്ള വോട്ടാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഭരണ നേട്ടമാണ് ഇന്നിപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് BJPയുടെ. അതെ, അവർക്ക് ഒരു മേയറെ, ഡെപ്യൂട്ടി മേയറെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതാണ് രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ ആ സാഹചര്യം തെരഞ്ഞെടുപ്പിന് മുമ്പേ അവിടെ ഉണ്ട്. മാത്രമല്ല, ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസവും തലേൻ്റെ ദിവസവും അല്ല. ഈ പ്രീ പോൾ സർവേ നടത്തിയ ആളുകളുടെ അപ്രാപ്തി കൊണ്ടാണ് അത് ഗേജ് ചെയ്യാതെ പോയത്. അല്ലെങ്കിൽ അവർ വേറെ ഉള്ള താല്പര്യം ഉണ്ടായി കാണും. അല്ലാതെ ശരിക്കും ജനങ്ങളുടെ പൾസ് നേരത്തെ തന്നെ വളരെ വ്യക്തമായി. പിന്നെ ഇവർക്ക് UDFന് വലിയ മേൽക്കൈ. ഞാൻ പ്രതീക്ഷിച്ചത് 90 തൊട്ട് 110 വരെ സീറ്റുകളാണ്. 2001 AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ പോലെ വലിയ ഭൂരിപക്ഷം. അത്ര വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടാൻ പാടില്ലെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അത്രയൊക്കെ ഭൂരിപക്ഷം കിട്ടിയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ ഇവർ അന്തവും കുന്തുമില്ലാത്ത രീതിയിൽ ഭരിച്ചുകളെ. അത് ഏത് പാർട്ടിയാണെങ്കിലും കനത്ത ഭൂരിപക്ഷം ആർക്കും കിട്ടരുത്. അങ്ങനെ 90 തൊട്ട് 110 വരെ സീറ്റുകൾ LDFന് നഷ്ടപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ 3 ഘടകങ്ങളാണ് അവർക്ക് വിനയായിട്ട് വന്നത്. ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം പണ്ട് AK ആൻ്റണിയുടെ സമയത്തെന്ന് വെച്ചാൽ 2001 25 കൊല്ലം മുമ്പാണ്. അന്ന് ഒരു സൗകര്യം ഉണ്ടെന്ന് LDFൻ്റെ വിരുദ്ധ വികാരം പൂർണ്ണമായിട്ട് UDFിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. BJPയിലേക്ക് ചെറിയ പെർസെൻറ്റേജ് പോയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒരു സൈസിബിൾ പോർഷൻ BJPയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി വരികയാണെങ്കിൽ മാർജിനലായിട്ടുള്ള സീറ്റിൽ വേണമെങ്കിൽ LDFന് ജയിക്കും. അതും ഒരു സാഹചര്യം. രണ്ടാമത്തേത് മാത്രമല്ല, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം കേരളത്തിൽ UDFൻ്റെ ഭരണത്തേക്കാൾ LDFൻ്റെ ഭരണമാണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഇലക്ഷൻ എഞ്ചിനീയറിങ്ങോ അട്ടിമറിയോ വേണമെങ്കിൽ, അത്ര എളുപ്പമല്ല എന്നാൽ പോലും സംഭവ്യമാണ്. രണ്ടാമത്തെ പ്രധാന സാഹചര്യം വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ, ലീഗിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നുള്ള പാളിച്ചകളോ അപാകതകളോ, ജയിക്കാവുന്ന സീറ്റിൽ തോൽക്കാവുന്ന അല്ലെങ്കിൽ ജനപ്രീതി ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ചില സീറ്റുകൾ, അത് LDFന് ഗുണകരമാകും. കുറച്ച് സീറ്റുകൾ UDFന് നഷ്ടപ്പെടുന്നു. മൂന്നാമത്തത്, LDF ഒരു കാര്യം ബുദ്ധിയായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവർ സിറ്റിംഗ് MLAമാർ മിക്കവാറും എല്ലാവർക്കും തന്നെ സീറ്റ് കൊടുത്തു. സിറ്റിംഗ് MLAക്ക് ഒരു സൗകര്യമുണ്ട്, 5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് ആ മണ്ഡലത്തിലുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ബന്ധങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച്
കുറച്ച് പണസ്വാധീനവും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ജയിച്ചു വരാം എന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 90-110 നിന്ന് UDF അല്പം താഴേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പോലും ഒരു 80-85 സീറ്റ് നിസ്സാരമായിട്ട് UDF ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കേരളത്തിലുണ്ട്. അത് ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുണ്ടെങ്കിലും ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒരു എക്സിറ്റ് പോൾ സർവേ പറയുന്ന പ്രധാനമായിട്ടും UDF വിജയത്തിന് സഹായിക്കുന്നത് മുസ്ലിം വോട്ടും അതുപോലെ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു കൺസോൾട്ടേഷൻ. അതിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് LDF ചില പ്രതികരണങ്ങൾ, പരാമർശങ്ങൾ വിനയായെങ്കിൽ അതിനപ്പുറം ഒരു തവണയും കൂടെ UDF അധികാരമില്ലാതെ പുറത്തു നിന്ന് കഴിഞ്ഞാൽ UDF സംവിധാനം തകരുകയും അവിടെ BJP വന്നേക്കാമെന്നുള്ള ഒരു ഭയം കൂടെ ഈ മുസ്ലിം സമൂഹത്തിന് അടക്കം ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം UDF അനുകൂലമായി വരാൻ വഴിതിരിച്ചിട്ടുണ്ടോ? അത് പൂർണ്ണമായിട്ടും ശരിയല്ല. വേറൊരു രീതിയിലാണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഈ LDF വിനയായിട്ട് ഭാവിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. 5 കൊല്ലം ഭരിച്ച സർക്കാരിന് തന്നെ ജനങ്ങളെതിരായി, നല്ല സർക്കാരായാലും ചീത്ത സർക്കാരിനായാലും ജനമെതിരാവും. ഇത് 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രിയാണ്. ഭരിച്ച സർക്കാർ ഒന്നല്ലെങ്കിലും ആദ്യത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കൊള്ളാവുന്ന ആൾക്കാരെ ഒഴിവാക്കിയിട്ട് തീരെ അപ്രാപ്തരായ മന്ത്രിമാരെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു സംഘടനയായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരുപാട് കാലം നിലനിൽക്കില്ല. പിന്നെ ഈ ബിന്ദുവിനെ പോലെ, വീണ ജോർജിനെ പോലെ, സജി ചെറിയാനെ പോലുള്ള പ്രതിഭാശാലികളെയൊക്കെ വെച്ചിട്ട് നടത്തുന്ന മന്ത്രിസഭ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ടേ മതിയാവും. പിന്നെ മുഖ്യമന്ത്രിക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും ധാർഷ്ട്യവും അങ്ങനെയുള്ള പരിപാടികൾ, പിന്നെ നവകേരള സദസ്സ്, ലോക കേരള സഭ പോലുള്ള കെട്ടുകാഴ്ചകൾ, ജനങ്ങളെ വെറുപ്പിക്കുന്ന ആശാ വർക്കർമാരുടെ സമരം മാത്രം മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കൊണ്ട് ജനങ്ങളെ പരമാവധി വെറുപ്പിക്കും. ജാതി മത ഭേദമന്യേ ആളുകൾ എതിരായി. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പ്രത്യേക വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും എതിരായി. ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളുടെ ഇടയിൽ ആ വികാരം ഉണ്ടായില്ല എന്നല്ല. അത് ശരിയല്ല. അതേ വികാരം ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഈ ക്രിസ്ത്യൻ മുസ്ലിം വേറൊരു രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. മുസ്ലിം സമുദായ അംഗങ്ങളുടെ ഇടയിൽ പണ്ട് കാലത്തും കൂടുതൽ വോട്ടൊന്നും LDF കിട്ടിയിരുന്നില്ല, ഒരു കാലത്ത് കിട്ടിയിരുന്നില്ല. ഏത് കാലത്തും മുസ്ലിം വോട്ടർമാർ തിരുവിതാംകൂർ ഭാഗത്ത് കോൺഗ്രസിനും മലബാർ ഭാഗത്ത് ലീഗിനുമാണ് വോട്ട് ചെയ്തത്. എന്നാൽ ഒരു ചെറിയ പെർസെൻറ്റേജ്, കോഴിക്കോട്, കൊല്ലമൊക്കെ, അതെ, ഒരു ചെറിയ പെർസെൻറ്റേജ് LDF വോട്ട് ചെയ്തിരുന്നു. ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ എൻ്റെ വീടിരുന്ന മണ്ഡലം വടക്കേക്കരയാണ് മുമ്പ്, ഇപ്പോഴല്ല, ഇപ്പോൾ വടക്കേക്കരയില്ല. വടക്കേക്കര മണ്ഡലമായിരുന്ന കാലത്ത് അവിടെ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു 10-15% മുസ്ലിങ്ങളുണ്ട്. അതിൻ്റെ ഉള്ള മുസ്ലിങ്ങളുടെ ഒരു 60%, 65% കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവർ, ലീഗല്ല, കോൺഗ്രസ്. ബാക്കിയുള്ള വോട്ടർമാരുണ്ടല്ലോ അതിലൊരു 4-5% PDP ഒക്കെ പോലുള്ള സ്പ്ലിൻഡർ പാർട്ടികൾ കൂടി. ബാക്കിയുള്ള ഒരു 30% ആളുകൾ LDF, CPM കൃത്യമായിട്ട് വോട്ട് ചെയ്തിരുന്നവരാണ്. അങ്ങനെയുള്ളൊരു ചെറിയ വിഭാഗം, മൈനോറിറ്റി മാത്രമേ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകൾ കേരളത്തിൽ ഏതാണ്ട് പൂർണ്ണമായിട്ട് 100% എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, ഏറ്റവും കൂടുതൽ 90%. പിന്നെ ചില മണ്ഡലങ്ങളിൽ വ്യത്യാസം വരും. ഇപ്പോൾ പ്രധാന എതിരാളി BJP ആണെങ്കിൽ, ഇപ്പോൾ ചാത്തന്നൂർ മണ്ഡലത്തിൽ നോക്കാം, ചാത്തന്നൂർ അവിടെ LDF തോറ്റാൽ BJP ജയിക്കും എന്നുള്ളതുകൊണ്ട് LDF വോട്ട് ചെയ്യും. കഴക്കൂട്ടത്തോ അല്ലെങ്കിൽ നേമത്തോ ഒക്കെ സംഭവിക്കും. തൊട്ടടുത്ത ഏതോ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വോട്ട് വരും. അല്ലാത്ത എല്ലാ സ്ഥലത്തും കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ അങ്ങനെയായിരുന്നു. PC ജോർജ് ജയിക്കരുതെന്ന് കഴിഞ്ഞിട്ട് കുളത്തുങ്കൽ വോട്ട് ചെയ്തു. പക്ഷേ അതൊഴിച്ചാൽ, അത് വളരെ അപൂർവത്തിൽ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതൊഴിച്ചാൽ ബാക്കി മുഴുവൻ വോട്ടുകളും പൂർണ്ണമായിട്ട് തന്നെ ഇവർക്ക് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അതിൻ്റെ പ്രധാന ശില്പി PV അൻവറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചരിത്രപരമായ സംഭാവന നമുക്ക് കുറച്ച് കാണാൻ പറ്റിയില്ല. അൻവറിൻ്റെ ആ സമയത്തുള്ള ചില ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് അത് പിണറായി വിജയന് ഇയാളെ ഡിസോൺ ചെയ്യാനും പറ്റാത്ത അവസ്ഥ. കാരണം പിണറായിയുടെ ഏറ്റവും വലിയ ആളായിരുന്നു അൻവർ. പെട്ടെന്നൊരു ദിവസം അൻവർ റിബലാകുകയും ഈ ഒരു നറേറ്റീവ് കൊണ്ടുവരുമ്പോൾ ആളുകൾ വിശ്വസിച്ചു. അതിന് പുറത്താണ് ഈ വെള്ളാപ്പള്ളി നടേശനെ കാരിക്കേറ്റതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം. അപ്പോൾ അതുകൂടി വന്നപ്പോൾ സംഗതി ക്ലിയറായി. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏകശില നിർമ്മിതമായിട്ടുള്ളൊരു വോട്ടല്ല. അവർ LDF വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചവർ LDF വോട്ട് ചെയ്യും, UDF ചെയ്യുന്നവർ UDF വോട്ട് ചെയ്യും. പക്ഷേ ബഹുഭൂരിപക്ഷം UDF ആണ്. അതെ. അതിൽ കഴിഞ്ഞ നമ്മളൊരു മാറ്റം വന്നതെന്ന് വെച്ചാൽ ഈ കത്തോലിക്ക വൈദികരുടെയും അതുപോലെ ചില മെത്രാന്മാരുടെയൊക്കെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് UDF എന്ന് പറയുന്നത് ഒരു ലീഗ് കേന്ദ്രീകൃത, ലീഗ് നിയന്ത്രിത സംഭവമാണെന്നും ഇനിയും മുസ്ലിം ലീഗിൻ്റെ ഭരണം വന്നാൽ നമുക്ക് രക്ഷയില്ല എന്നുള്ളൊരു സാധനം ചെറിയ തോതിൽ അവിടെ ചിലവായി. അത് അതെ, അതുകൊണ്ട് കുറേ മാത്രമല്ല ജോസ് കെ മാണി LDF വരികയും ചെയ്തു. അങ്ങനെയാണ് കുറേ വോട്ടുകൾ ഇങ്ങോട്ട് മാറിയത്. ഇത്തവണ ആ പ്രതിഭാസമില്ല. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മളത് കണ്ടു. അവർ BJP പോകാനും തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. തൽക്കാലം എന്നുള്ള വാക്ക് ഞാൻ അടിവരയിട്ട് പറഞ്ഞാൽ
ഇനി അടുത്ത തെരഞ്ഞെടുപ്പാണെങ്കിൽ അവർ നിലപാട് മാറ്റും. എനിക്ക് തോന്നുന്നു അവസാനം FCRA കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതെ, FCRA ഇല്ലെങ്കിലും അതിന് മുമ്പ് തന്നെ അവർ തീരുമാനിച്ചു. ലോക്കൽ ബോഡി ഇലക്ഷനിൽ FCRA ഉണ്ടായിരുന്നില്ല. ഇല്ലേ? FCRA ഇല്ലാതെ തന്നെ ലോക്കൽ ബോഡിയിൽ കണ്ടതാണ്. മാത്രവുമല്ല ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് തന്നെ ഈ ബിഷപ്പുമാർ ചില്ലറക്കാരൊന്നുമല്ല. നമ്മൾ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയോ അല്ലെങ്കിൽ മറ്റേ ജിഫ്രി താങ്കളെ ഒന്നും അവിടെ ഒന്നും അല്ല ഇവരെ താരതമ്യം ചെയ്യുന്നത്. നമുക്ക് കാഞ്ഞ വിത്തുകളാണ്. ഈ മെത്രാന്മാരെ മുൻകൈ എടുത്ത് ജോസ് കെ മാണിയെ തിരിച്ച് UDF കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണ്? UDF ആണ് വരാൻ പോകുന്നത് അവർക്ക് മനസ്സിലായി. LDFനെതിരായ വികാരം വളരെ ശക്തമാണെന്ന് മനസ്സിലായി. അപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടി കൊണ്ട് UDF പോയാൽ അവർക്ക് കൂടുതൽ ആളുകളായി, അവരുടെ ബാർഗൈനിങ് പവർ വർദ്ധിച്ചു. മാത്രമല്ല മിക്കവാറും സീറ്റുകൾ ജില്ലകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടപ്പെട്ട ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഇവർ സമ്മർദ്ദം ചെലുത്തി. തൃശ്ശൂരിൽ രാജൻ പലനെ സ്ഥാനാർത്ഥിയാക്കിയത്, അപ്പുറത്ത് ടോണി നീലങ്കാവിനെ സ്ഥാനാർത്ഥിയാക്കിയത് ആർച്ച് ബിഷപ്പാണ്. ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഒല്ലൂരും തൃശ്ശൂരും മത്സരിക്കുന്നത്. അങ്ങനെ സഭയുടെ കൈവപ്പുള്ള സ്ഥാനാർത്ഥികളുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥി, കാഞ്ഞിരപ്പള്ളിയിൽ കുറച്ചുകൂടി വോട്ട് പിടിക്കാവുന്ന വേറെ ഏതെങ്കിലും കത്തോലിക്ക മത്സരിച്ച് ജയിച്ചാൽ ആയത് വരം അവിടെ വേറൊരു പരീക്ഷ നടത്തിയിരുന്ന ഒരുപക്ഷെ UDF കിട്ടാവുന്ന സീറ്റാണ് കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പല അഭ്യാസങ്ങളും അവർ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് വേറൊരു പെഡസ്റ്റലിലാണ് നിൽക്കുന്നത്. മുസ്ലിം വോട്ട് ജെനുവിനായിട്ട് സ്വാഭാവികമായിട്ട് ഓർഗാനിക്കായിട്ട് UDF പോകുന്നതാണ്. ക്രിസ്ത്യൻ വോട്ടിനെ സംബന്ധിച്ചുള്ള അത് വലിയൊരു അളവ് വരെ മാനിപ്പുലേറ്റഡാണ്. ഇനി UDF അനുകൂലമായിട്ട് മെത്രാന്മാരൊക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പാലായിൽ വൈദികരും കന്യാസ്ത്രീകളും വലിയ തോതിൽ ജോസ് കെ മാണിക്കാണ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണ് പാലായിൽ വേണമെങ്കിൽ ജോസ് കെ മാണി ജയിക്കാം. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം, അങ്ങനെ ഒരു സംഭവമാണ് ഏറ്റവും അവസാനമുണ്ടായി. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാ 20% BJP വോട്ട് BJP കിട്ടിയിരുന്നു ഇവിടെ ഷെയർ. പക്ഷേ ഒരു സർവേയിലും BJP കാര്യമായി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫോഴ്സ് ആകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പം അത് ഹെൽപ്പ് ചെയ്യുക LDF ആയിരിക്കില്ലേ കൂടുതലായി? അത് പറയാൻ പറ്റില്ല. BJP വോട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും BJPക്കാരല്ലോ. പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് ചെയ്യുന്നത് മോഡിക്കുള്ള വോട്ടാണ്, കേന്ദ്രത്തിലേക്കുള്ള വോട്ടാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അതേ വോട്ടിംഗ് പാറ്റേൺ അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതേ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് തന്നെ നോക്കിയാൽ മതി. കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP ചില ഡിവിഷനുകളൊക്കെ ചെയ്യും. അത് അവിടുത്തെ ലോക്കലായിട്ടുള്ള LDFകാരോടോ UDFകാരോടുള്ള വിരോധം കൊണ്ട് ആൾക്കാർ BJP ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യ രാജേന്ദ്രനോടും ആനാവൂർ നാഗപ്പൂരോടുള്ളൊരു വിപ്രതിപത്തി BJP വോട്ടായിട്ട് മാറിയും അവിടെ BJPക്കാരൻ മേയറാവുകയും ചെയ്യും. ആ തൊട്ട് 3 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള വോട്ട് വട്ടിയൂർക്കാവിലോ നേമത്തോ തിരുവനന്തപുരം സെൻട്രലോ കഴക്കൂട്ടത്തോ കിട്ടിക്കൊള്ളുന്നില്ല. ഇനി അവിടെ കിട്ടാനോ പുതിയ വോട്ട് കിട്ടാനും സാധ്യതയുണ്ട്. പരമാവധി 4 സീറ്റ് വരെയൊക്കെ പ്രൊജക്ഷൻ പറയുന്നുള്ളൂ. അതെ, അത് പ്രൊജക്ഷൻ നിൽക്കട്ടെ. പ്രൊജക്ഷനുണ്ട്. പ്രൊജക്ഷനിൽ 0 മുതൽ 4 വരെ, അല്ലെങ്കിൽ 1 മുതൽ 5 വരെയൊക്കെയാണ് പറയുന്നത്. അത് വേറെ കാര്യം. ഇനി ഇതിൽ പ്രൊജക്റ്റ് ചെയ്യാത്ത സീറ്റുകൾ വേണമെങ്കിൽ ജയിക്കാം. ഇത് നമ്മൾ കടലാസിൽ കാണുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചാത്തന്നൂർ തന്നെ നോക്കുക. ചാത്തന്നൂർ സംബന്ധിച്ചുള്ള ഡയറക്റ്റ് ഫൈറ്റ് വരികയാണ് CPI BJP തമ്മിലെങ്കിൽ CPI ജയിക്കും. നേരെ മറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി നന്നായിട്ട് വോട്ട് പിടിച്ച് ശരിക്കും ഒരു ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ 3-ൽ ആര് വേണമെങ്കിൽ ജയിക്കാം. അത് പാലായിലും പൂഞ്ഞാറിലും സംഭവിക്കാം, തിരുവല്ലയിലും സംഭവിക്കാം. അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് പോയാൽ ഏതുവരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ സ്ഥാനാർത്ഥി പിടിക്കും, BJPയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് മാത്രമല്ല, മറ്റ് 2 പേര് പിടിക്കുന്ന വോട്ടും പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് പോൾ തൽക്കാലം നമ്മൾ പ്രകാരം UDF അധികാരത്തിലേക്ക് വരുന്നു എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെ അഭിമുഖീകരിച്ചു. അതെ, എക്സിറ്റ് പോളായിട്ട് ബന്ധമില്ല, അത് ഫോർഗോൺ കൺക്ലൂഷനാണ്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത ചോദ്യം കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാവുന്നത്? കാരണം ഈ 1 മാസത്തോളം ഈ പെട്ടിയിലിരുന്ന വോട്ടിന് മുകളിൽ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസിൽ നടന്ന നാടകങ്ങളുടെ ഒരു പരമ്പര നമ്മൾ കണ്ടു. ഇനി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇത് വോട്ടെണ്ണി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അല്ല, വോട്ടെണ്ണി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇപ്പോഴല്ലേ ഇതിനൊക്കെ ഒരു സാഹചര്യം. അത്രയും PR വർക്കും പരസ്യങ്ങളും ആ രീതിയിലൊക്കെ അതൊക്കെ കോൺഗ്രസ് പാർട്ടിയല്ലേ. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ലോ. അല്ല, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, സിമ്പിളായിട്ടുള്ള കാര്യം. ഇപ്പോൾ K. കരുണാകരൻ ലീഡറായിരുന്ന കാലത്ത് 67 മുതൽക്ക് 95 വരെ പുള്ളി അല്ലാതെ ഒരു ലീഡറെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? 95-ൽ നേതൃമാറ്റം ഉണ്ടായപ്പോൾ അന്ന് സംഗതി ആൻ്റണി വന്നു. ആൻ്റണിയിലെ ഉമ്മൻചാണ്ടിയാണ് ലീഡർ ആകേണ്ടിയിരുന്നത്. പക്ഷേ ആൻ്റണി വന്നപ്പോൾ ആൻ്റണി ഇരിക്കുമ്പോൾ ആരും അത് പറയില്ല. 95 തൊട്ട് 2004 വരെ ആൻ്റണി അല്ലാതെ ഒരു ലീഡറെ കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല. കരുണാകരൻ ആൻ്റണിയെ മാറ്റാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ലീഡർ ആൻ്റണി തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ 2001-ൽ ഭൂരിപക്ഷം കിട്ടുമ്പോഴും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് വേറെ ചർച്ചയൊന്നുമില്ല. പക്ഷേ 2004-ൽ ആൻ്റണി വരെ ഉമ്മൻചാണ്ടി വന്നപ്പോഴും പിന്നെ ചർച്ചയില്ല.
അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയാണ് നയിക്കുന്നത്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞപ്പോൾ, ഇപ്പോൾ തോറ്റ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയാണ് നയിച്ചത് ഇല്ലേ, 2016 അപ്പോഴും ഉമ്മൻചാണ്ടി. പക്ഷേ ഉമ്മൻചാണ്ടി വച്ചൊഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യമൊക്കെ അപ്പോഴത്തേക്ക് മോശമായി. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റേ 3 പേർക്കും ഉണ്ടായിരുന്ന ഒരു ലെജിറ്റിമസി കിട്ടിയില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴും പുള്ളി ആയിരുന്നില്ല ലീഡറും പ്രതിപക്ഷ നേതാവും രണ്ടാണ്. അവിടെയാണ് ബൈഫർഗേറ്റ് ചെയ്തത്. അതിന് മുമ്പ് അങ്ങനെയില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രമേശ് അല്ല നയിച്ചത്. പലരും വിചാരിക്കുന്നത് രമേശ് നയിച്ച് തോറ്റുപോയത്. അങ്ങനെയല്ല. ആ സമയത്ത് ഇവർ 10 അംഗ കമ്മിറ്റി ഉണ്ടാക്കി. രമേശിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ജയിക്കില്ല എന്നൊരു നെറേറ്റീവ് വന്നു. അങ്ങനെ വയ്യാതിരുന്ന ഉമ്മൻചാണ്ടിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ട് ഉമ്മൻചാണ്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ആത്മഹത്യാ ശ്രമം നടത്തിയേക്കുന്ന എന്തൊക്കെ തമാശകളാണ് തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്നപ്പോൾ ഉമ്മൻചാണ്ടി നയിച്ചിട്ട് വല്ല വിശേഷമുണ്ട്? ഒരു വിശേഷം ഉണ്ടായില്ല. കേരളത്തിൽ ഏറ്റവും അധികം തവണ ഈ നേതൃത്വത്തിലിരുന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റുപോയ ആൾ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ജയിച്ചപ്പോൾ പോലും ധൈര്യമായ ഭൂരിപക്ഷമാണ് കിട്ടിയില്ല, 2 ഭൂരിപക്ഷം. ഉമ്മൻചാണ്ടിക്ക് ഒരു ലാർജർ ദാൻ ദ ലൈഫ് ഇമേജ് ഉള്ളതുകൊണ്ട് ആൾക്കാരത് പരിഗണിക്കുന്നില്ല. അത് വന്നു കേരളത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, തകർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചിട്ടുള്ള ആൾ ഉമ്മൻചാണ്ടിയാണ്. നമ്മൾ വേറൊരു അവസരത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി വന്നിട്ട് വല്ല വിശേഷമുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് രമേശ് അവിടെ ഉള്ളപ്പോൾ തന്നെ, രമേശ് ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ തന്നെ, ഉമ്മൻചാണ്ടി ഉണ്ട്, രമേശോട് ചേർന്ന് രമേശിനെ വീണ്ടും അല്ല, ഉമ്മൻചാണ്ടി നിയമസഭയിലുണ്ട്, സീനിയർ മോസ്റ്റ് ഉമ്മൻചാണ്ടിയാണ്. രമേശുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് ഇല്ലേ, തിരുവഞ്ചൂരാണ് സീനിയർ, രമേശ് കഴിഞ്ഞാൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ളപ്പോഴാണ് സതീശനെ പ്രതിപക്ഷ നേതാവ്. പക്ഷേ ബൈ ഡിഫോൾട്ട് ലീഡറായില്ല രമേശ. ഈ പിണറായിസത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധം നയിച്ചത് സതീശനാണെങ്കിലും കരുണാകരനുണ്ടായിരുന്ന പോലെ, ആന്റണിക്കുണ്ടായിരുന്ന പോലെ, ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന പോലെ ഒരു ലെജിറ്റിമസി ഞങ്ങളിൽ ഈ നിയമഭാഷയിൽ അത് സതീശന് കൈവന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിനകത്തൊരു ന്യായമുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്പൺ ഫോർ ഓൾ എന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ലെജിറ്റിമസിൻ്റെ കാര്യം വരുമ്പോഴും വേറെ പ്രശ്നമുണ്ട്. രമേശും സതീശനും തമ്മിലുള്ളൂ, വേണുഗോപാലുമായിട്ടില്ല. വേണുഗോപാലും പുറമേ ഉള്ളൂ. അപ്പോൾ ഈ 3 പേരിലുള്ള ഇക്വേഷനിൽ ഇത് ആർക്ക് ലോട്ടറി അടിക്കാനാണ്? അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത അല്ല, ഇതിപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള മുഖ്യമന്ത്രി സതീശനാണ്. ജനം വോട്ട് ചെയ്ത് സതീശനെ മുൻനിർത്തിയിട്ടാണ്, യാതൊരു സംശയമില്ല. ഞാൻ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പറയും. ഇന്നലെ രാത്രി ഈ എക്സിറ്റ് പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെൻ്റെ ഫോണിൽ വിളിച്ചിട്ടു, മാർസിസ്റ്റുകാരനാണ് തിരുവനന്തപുരത്ത്. ഈ സതീശന് എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷേ ആളുകളെ വോട്ടുകൾ ചെയ്തത് ലെവലാണ്. ഒരു 5% വോട്ടുകളെങ്കിലും സതീശന് വ്യക്തിപരമായിട്ട് കിട്ടി. നമ്മുടെ VS 2006 കിട്ടിയ പോലെ എന്തൊരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് UDFകാരുടെ ഇടയിലുണ്ട്, LDFകാരുടെ ഇടയിലുണ്ട്, BJPക്കാരുടെ ഇടയിലുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി സീനിയോറിറ്റി രമേശിനാണ്, തള്ളിക്കളയാൻ പറ്റില്ല. രമേശ് 82 നിയമസഭാംഗമായാണ്, ഒരുപാട് കൊല്ലം പാർലമെൻറ്റിലുണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു, ചെറുപ്രായത്തിൽ മന്ത്രിയായി, പിന്നെ ആഭ്യന്തരമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, എല്ലാം KPCC പ്രസിഡൻ്റായിട്ട് വളരെ കാലം ഇരുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് വൈസ് മാത്രമല്ല ചെറിയ ഭൂരിപക്ഷമാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിക്കുമ്പോൾ രണ്ടുപേരും തുല്യനിലയിൽ പരിഗണിക്കപ്പെടേണ്ടവരാണ്. ഇത് നമ്മൾ 2 വശം പറഞ്ഞല്ലോ. പക്ഷേ വേണുഗോപാൽ വരികയാണെങ്കിൽ അത് വലിയ ഒരു ദുരന്തമായിരിക്കും തന്നെ ഇരിക്കുന്നത്. വേണുഗോപാൽ ഈ മണ്ടും ചാരിയെന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരു ഭാഗ്യാന്വേഷി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞത്, സാറേ ഒരു കാര്യമുണ്ട് കേട്ടോ, കാര്യം രമേശും സതീശനൊക്കെ വലിയ വലിയ ആളാണെങ്കിലും ഈ തുട്ടുവേണമല്ലോ, തുട്ട് അതുണ്ടാക്കി തന്നത് വേണുവേട്ടനാണ്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതിന് ഒരു കാരണം കാശില്ലായിരുന്നു എന്നുള്ളതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് KPC പ്രസിഡന്റ്. തെലുങ്കാനയിൽ കർണാടകത്തിൽ നിന്നൊക്കെ ഫണ്ട് വന്നുകൊണ്ടാണ് പ്രവർത്തനം നടന്നത്. ഫണ്ടില്ലെങ്കിൽ ഇത് കാണരുത്. അപ്പം ഇതാണ് ആ ഒരു പ്രശ്നമുണ്ട്. ആ രീതിയിൽ പോകുന്നു. പക്ഷേ ഇനി നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ജയിക്കണമെങ്കിൽ 71 സീറ്റാണ് ജയിക്കുന്നത്. ഉമ്മൻചാണ്ടി വന്ന പോലെ 72 സീറ്റിലാണ്, അല്ലെങ്കിൽ 75 സീറ്റിലാണെങ്കിൽ, 80 താഴെ സീറ്റിലാണെങ്കിൽ നാച്ചുറൽ ചോയ്സ് രമേശ് ചെന്നിത്തലയാണ്. കാരണം എല്ലാവരും കൂട്ടി വയ്പ്പിച്ചു കൊണ്ടുപോകണേ. അപ്പോൾ എക്സ്പീരിയൻസ് ആണ് പ്രധാനം. സീനിയോറിറ്റി ഒരു ഘടകമാണ്. സീനിയോറിറ്റി എല്ലാവരും സ്വീകരിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും CM എന്ന് വിളിക്കട്ടെ, അതൊരു ഘടകമല്ലേ. കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും സീനിയർ. അത് കഴിഞ്ഞിട്ട് രമേശ് വരുള്ളൂ, അത് കഴിഞ്ഞിട്ട് തിരുവഞ്ചൂർ വരുള്ളൂ. പാർട്ടിക്കകത്ത് സീനിയോറിറ്റിയും മുന്നണിക്കകത്ത് സീനിയോറിറ്റിയും നോക്കണം.
പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ താരാറ് തരുന്നല്ലോ 36ാമത്തെ വയസ്സിൽ കേരള മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം പി കെ വാസുദേവൻ നായർ, സി എച്ച് മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടി നഹ, ബേബി ജോൺ, ഇവരുടെയൊക്കെ മുമ്പിൽ ഇദ്ദേഹം സി എം ആയിട്ടിരുന്നാൽ ആരെങ്കിലും ഗൗരിക്കുമോ? ആന്റണി വലിയ പരാജയമായി പോയതുകൊണ്ടാണ് മന്ത്രിസഭയിലേക്ക് ഇതൊക്കെ വലിയ സ്റ്റാൾ വാട്ട്സ്. ആന്റണി ആ കൂട്ടത്തിലെ ഏറ്റവും ഒരു ഒരു ലില്ലിപ്പുട്ട്, മനസ്സിലായി ആ രീതിയിലായി. അതുപോലെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ തലപ്പൊക്കം പ്രധാനമാണ്. നേരെ മറിച്ച് ആ ഒരു 80 സീറ്റ് 85 സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നാച്ചുറൽ ചോയ്സ് സതീശനാണ്. സതീശന് ഈ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു ബാരിയർ വെച്ചിരിക്കുന്നത് എനിക്കുള്ള വോട്ടാണെന്ന് പറയുന്നത്. എനിക്കുള്ള അത് 100 സീറ്റ് കിട്ടുകയാണെങ്കിൽ കറക്റ്റാണ്. കാരണം പുള്ളിയുടെ ആ ഒരു വലിയ വി എസ് തരംഗം എന്ന് പറഞ്ഞ ഒരു വി ഡി തരംഗം എന്ന് അപ്പോൾ കൃത്യമായില്ല. ഇനി 100 സീറ്റിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ മറ്റേ പുള്ളി എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ MLA സ്ഥാനാർത്ഥികളുടെയൊക്കെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ കാശ് മേടിച്ച സ്ഥാനാർത്ഥികളാണ് കൂടുതലും. അല്ല, കാരണം എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഷിഫ്റ്റ് വന്നതിന് ശേഷം KC പക്ഷക്കാരായിരിക്കും. KC ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പില്ല. KC വേണുഗോപാലിന് വ്യക്തിപരമായിട്ട് സോപ്പിട്ട് കാര്യം നടക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് സോ കോൾഡ് KC ലോയലിസ്റ്റ്. അവർ പക്ഷേ അധികം പേരും ഈ രീതിയിൽ തെലുങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം കിട്ടിയവരാണ്. അതാണ് അതിന്റെ സാധ്യത. ഒറ്റ ചോദ്യം കൂടെ. അപ്പം ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ പിന്തുണ VD സതീശനാണ്. അതുപോലെ തന്നെ UDF പല ഘടകകക്ഷികളും ഹൈക്കമാൻഡിനോട് തങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ അത് VD സതീശനാണ് മുഖ്യമന്ത്രി ആകേണ്ടത് ഭരണം കിട്ടിയാൽ എന്നൊരു മെസ്സേജ് അവർ പാസ് ചെയ്തു എന്ന് പറയുന്നു. അത് VD സതീശന് ഗുണമാണോ ദോഷമാണോ വരിക? കാരണം മുൻകാലങ്ങളിലൊക്കെ ലീഗിന്റെ സേ ഒക്കെ ഒരു വലിയ പവർഫുൾ ഫാക്ടർ ആയിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഘടകകക്ഷികളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് കോൺഗ്രസിന് തീരുമാനിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ബലം എത്രയാണെന്ന് തെളിയാത്ത സാഹചര്യത്തിൽ. ഇപ്പോൾ 80 സീറ്റാണ് കിട്ടുന്നതെങ്കിൽ കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടാവും? ലീഗിന് ഒരു 20, 21, 22 സീറ്റ് വരെ ജയിക്കണം. അപ്പോൾ ഇപ്പോഴും ഈ ലീഗിൻ്റെ പിന്തുണ വളരെ ലീഗിൻ്റെ പിൻബലം വളരെ ശക്തമാണ്. ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലീഗിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് മുഖ്യമന്ത്രിയാൻ പറ്റില്ല. ഒരു കരുണാകരനല്ലല്ലോ, ആന്റണി അല്ലല്ലോ, ഉമ്മൻചാണ്ടി അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ ഒരു ഇമ്പോസിംഗ് ഫിഗർ ആണെങ്കിൽ ദാറ്റ് ഈസ് കറക്റ്റ്. മാത്രമല്ല ഘടകകക്ഷികൾ സ്വാഭാവികമായിട്ടും സതീശനെ പിന്തുണയ്ക്കും. കാരണം സതീശനാണല്ലോ ഇത് മുൻനിന്ന് നയിച്ചത്, പിണറായിക്കൊപ്പം ഫൈറ്റ് ചെയ്തത്. ഇത് ഞാൻ വേറൊരു അനുഭവം കൂടി പറയാം. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 4 കൊല്ലം മുമ്പ് ഇവിടെ എറണാകുളത്ത് ഒരു പൊതുപരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ സാദിഖ് അലി തങ്ങളും ആയിട്ട് കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. തങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് ഞങ്ങൾ തരൂരിനെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. അന്നത്തെ നിലയ്ക്ക് ഭരണം തിരിച്ചു പിടിക്കാനായിട്ട് ഇവർ നോക്കിയിട്ട് വേറെ യാതൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നില്ല. ഒരു സ്വീകാര്യതയുള്ള മുഖം എന്ന് പറയുന്നത് തരൂരാണ്. തരൂർ ആ രീതി ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ അവരെ സംബന്ധിച്ചോളം ഇത് ഉറച്ച ഭരണം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് താല്പര്യമുള്ളൂ. XO YO Z എന്നുള്ളതല്ല, തരൂരാണോ സതീശനാണോ രമേശാണോ എന്നുള്ളതല്ല.